മലയാളികളുടെ ഉള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനം പിടിച്ച ഒരു നടനായിരുന്നു സിദ്ധാർത്ഥ്. താരത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം എല്ലാവരിലും വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കസ്തൂരിമാൻ, ഭാഗ്യജാതകം തുടങ്ങിയ സീരിയലുകളാണ് നടൻ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടാനും ഒരു സ്റ്റാൻഡപ്പ് സെറ്റ് ചെയ്യാനും സിദ്ധാർത്ഥിനെ സഹായിച്ചതും. കസ്തൂരിമാനിൽ അഭിനയിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും കസ്തൂരിമാനിലെ സിദ്ധു എന്നതാണ് നടൻ്റെ ഐഡന്റിറ്റി. കഴിഞ്ഞ കുറച്ചു നാളുകളായി ക്യാൻസർ ബാധിച്ച് സിദ്ധാർത്ഥ് ചികിത്സയിലായിരുന്നു. എന്നാൽ സീരിയൽ മേഖലയിൽ സിദ്ധാർത്ഥിന് വേണ്ടപ്പെട്ടവരല്ലാതെ മറ്റാരും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. നടി സീമാജി നായരാണ് സിദ്ധാർത്ഥിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തത്, ഒപ്പം ഉണ്ടായിരുന്നത്. പ്രിയ സഹപ്രവർത്തകൻ്റെ ജീവൻ നിലനിർത്താൻ തന്നെക്കൊണ്ട് ആകും പോലെ സീമ പരിശ്രമിച്ചിരുന്നു. എന്നാൽ അതെല്ലാം വെറുതെയായി മാറുകയായിരുന്നു. ഏതു വാർത്ത കേൾക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്നുവോ ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസം സീമയുടെ ചെവിയിൽ എത്തിയതും. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു സിദ്ധാർത്ഥ്. അതിലേക്ക് എത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഓരോ ചുവടുകളും പതിയെ വയ്ക്കുകയായിരുന്നു. അതിനിടയിലാണ് ക്യാൻസർ മരണത്തിൻ്റെ രൂപത്തിലെത്തി സിദ്ധാർത്ഥിനെ ഈ ലോകത്തു നിന്നും കൊണ്ടുപോയതും. തൃശ്ശൂരിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് നടൻ്റെ ജനനം. അച്ഛനും അമ്മയും സഹോദരനും മാത്രമായിരുന്നു ലോകം. അച്ഛനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് അച്ഛൻ്റെ മരണം എന്നായിരുന്നു നടൻ പറഞ്ഞതും. അമ്മയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ കൂട്ട്. അമ്മയുടെ വിമർശനങ്ങൾ എന്നും കരിയറും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടേ ഉള്ളൂ എന്നാണ് താരം പറയാറുണ്ടായിരുന്നത്. സീരിയലിൽ സജീവമായ ശേഷം തിരുവനന്തപുരത്തായിരുന്നു താമസം. എന്നിരുന്നാലും മനസ്സ് എപ്പോഴും വടക്കുന്നാഥൻ്റെ മണ്ണിൽ തന്നെയായിരുന്നു. അതിനാൽ ബ്രേക്ക് കിട്ടിയാൽ ഉടൻ വീട്ടിലേക്ക് ഓടുമായിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ അഭിനയത്തിലുള്ള കഴിവ് സ്വയം തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ നാടകങ്ങളിലും പങ്കെടുത്തു. മുതിർന്നപ്പോൾ പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായി ആങ്കറിങ്ങും ചെയ്തു തുടങ്ങി. അത് ചാനലിൽ കയറിപ്പറ്റാൻ സഹായകരമായി. അപ്പോഴും നാടകം വിട്ടിരുന്നില്ല. നാടകാഭിനയം തന്നെയാണ് സീരിയലിലേക്ക് വഴി തുറന്നു കൊടുത്തത്. സിദ്ധാർത്ഥിൻ്റെ നാടകം കണ്ട സുഹൃത്തിൻ്റെ ചേട്ടനും സിനിമ നിർമ്മാതാവുമായ അരുൺ ഘോഷാണ് സീരിയലിൽ അവസരം നൽകുന്നത്. ഏറെ ആസ്വദിച്ചാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. പുതിയ കാര്യങ്ങൾ പഠിക്കുകയും കഥാപാത്രങ്ങളോട് പരമാവധി മര്യാദ പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സീരിയലിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എൻ്റെ ലക്ഷ്യം സിനിമയാണ്, അതിനായി പരിശ്രമിക്കും. വിവാഹം ഉടനെയില്ല എന്നൊക്കെയായിരുന്നു നടൻ ആദ്യം അന്ന് പറഞ്ഞത്. ആദ്യം കരിയർ സെറ്റ് ചെയ്യുക എന്നതിനാലാണ് പ്രാധാന്യം. എന്തായാലും ഞാൻ പ്രണയിച്ചായിരിക്കും വിവാഹം കഴിക്കുക എന്ന് ഒരു ഉറപ്പും നടൻ പറഞ്ഞിരുന്നു.